എല്ലാവർക്കും നമസ്കാരം. അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ നടക്കുന്ന ശനിയുടെ വക്രസ്ഥിതിയിൽ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങളും, ഈ സമയത്ത് ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്, ഏതൊക്കെ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അവിട്ടത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുംഭക്കൂറുകാർക്ക് ഈ ഒരു സമയത്ത് ധനപരമായി തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകുന്നതാണ്. ചർച്ചയിലിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, എഗ്രിമെൻറ്റുകൾ, ആർബിട്രേഷൻ കേസുകൾ എന്നിവയ്ക്ക് പോസിറ്റീവായ ഒരു ഔട്ട്കം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. അകന്നു കഴിയുന്ന കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളുമായി ബന്ധപ്പെടുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. വാദം, അസ്ഥിസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമായിരിക്കും. കടങ്ങൾ കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. പ്രത്യേകിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായി വരുന്നതാണ്. മാതാവ്, മാതൃസ്ഥാനീയർ എന്നിവർക്ക് ആത്മീയവും ലൗകികവുമായുള്ള ഒരു സൗഖ്യം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാവും. ദീർഘനാളായി നിലനിൽക്കുന്ന ശത്രുതയിൽ നിലവിൽ അയവ് വരുന്നതാണ്. അവരുടെ മേൽ മാനസികമായ വിജയം നേടാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യനില മെച്ചപ്പെടാനുള്ള കർമ്മങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ്. മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ അവസരങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരെ ശനി ഈ സമയം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതായിരിക്കും. അതായത് മറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ കർമ്മമേഖലയ്ക്ക് ദോഷം ചെയ്യുന്ന എന്തു കാര്യമായാലും അത് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ തിരിച്ചറിയുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക. അതായത് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മരുന്ന് നിർമ്മിക്കുന്നവർ, അത് കച്ചവടം ചെയ്യുന്നവർ, സർജന്മാർ, കെമിസ്റ്റുകൾ എന്നിവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ പുരോഗതി കൈവരിക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതായിരിക്കും. യോഗ അധ്യാപകർ, ജ്യോതിഷന്മാർ, താന്ത്രികന്മാർ, സൈക്കോളജിസ്റ്റുകൾ, ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആർട്ടിസ്റ്റുകൾ എന്നിവർക്ക് കൂടുതൽ അറിവ് നേടാനും അംഗീകാരം നേടാനും ഈ സമയം കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തികൾ തുടങ്ങുവാനും നന്നായി ചെയ്യുവാനും പരിശ്രമിച്ചു കൊള്ളുക. വീട്, വാഹനം എന്നിവയെക്കുറിച്ച് ശരിയായ തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം കഴിയുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ചെറിയ കാലയളവ് കൊണ്ട് പഠിക്കുന്ന ക്രേഷ് കോഴ്സുകളിൽ ഈ സമയം ചേരുന്നത് ഗുണം ചെയ്യുന്നതായിരിക്കും. പഠന മേഖലയിൽ കൂടുതൽ മികവ് പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ഉപയോഗപ്രദമായ കോഴ്സുകൾ ഈ സമയം തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് ഈ സമയം ശനി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ആ ഒരു പരിശ്രമത്തിന് ഫലം കാണുവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെയധികം കൂടുതലാണ്. അതിനാൽ അതിനു വേണ്ടി ശ്രമിക്കുക. ശനിയുടെ ഈ ശക്തി കൊണ്ട് നിങ്ങളുടെ വാക്ക് മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഒരു സമയമാണ്. ഉചിതമായി പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. താന്ത്രികപരമായ ഷഡ്കർമ്മങ്ങൾക്ക് ഫലസിദ്ധിയും ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ്. പ്രധാനമായും ശത്രുതാപരമായിട്ടുള്ള ഉച്ചാടനം, സ്തംഭനം പോലുള്ള കർമ്മങ്ങൾക്ക് വളരെയധികം ഫലം ലഭിക്കുന്നതാണ്. കൂടാതെ ശാന്തി കർമ്മങ്ങളും ഈ സമയത്ത് വളരെ വേഗം ഫലസിദ്ധി ഉണ്ടാക്കുന്നതാണ്. ഇത് പൂജകന്മാർക്ക് വേണ്ടി മാത്രമല്ല, കുംഭക്കൂറുകാർക്ക് പൊതുവിൽ ഈ കർമ്മങ്ങൾ നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാലോ സ്വയം തന്നെ ചെയ്താലോ വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ലഹരി ഉപയോഗം ഈ സമയത്ത് കൂടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്രതങ്ങളോ നിഷ്ഠകളോ പാലിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഭാവി സുരക്ഷിതമാക്കാൻ ഈ സമയം ശ്രദ്ധയോടെ ഉപയോഗിച്ചു കൊള്ളുക. തീർച്ചയായും ശനി നിങ്ങൾക്ക് ഗുണപരമായ ഫലം തരുന്നതാണ്. ശനി കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശ്യാധിപൻ കൂടെയാണ്. തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഈ സമയത്ത് ശനി തരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് മുഖേന ബന്ധപ്പെടുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അംബാകടാക്ഷം ഭവതു.